മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിവേ നമ്മളിതാ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് ധാരാളം ചാപ്റ്റേഴ്സ് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിൽ ഒരു ചാപ്റ്ററിനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓൾമോസ്റ്റ് നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പം വിവിധ തരത്തിലുള്ള വാഹനങ്ങളുണ്ടാവും. അത് ഈ പറയുന്ന സ്കൂട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കാർ ആയിക്കൊള്ളട്ടെ. ഈ പറയുന്ന വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവോ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അവർക്ക് ഇന്ധനങ്ങൾ ആവശ്യമാണ്. ഈ പറയുന്ന പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വാഹനങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. എന്ന് വെച്ച് എല്ലാ വാഹനങ്ങളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം ഇപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം ഈ കറണ്ടിൽ അല്ലെങ്കിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളും ഇപ്പം നിലവിലുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. ഈ പറയുന്ന പെട്രോളും ഡീസലും ഒക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? നമ്മളെല്ലാവരും ഈ എനർജി സോഴ്സസിനെ പറ്റി, അതായത് ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് പെട്രോള് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീസൽ എന്നിവ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിലെങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും. ഈ പറയുന്ന പെട്രോൾ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഡീസൽ ആയിക്കൊള്ളട്ടെ, അത് മാത്രമല്ല മണ്ണെണ്ണ, പിന്നെ നമ്മുടെ LPG, ഇവയൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇവയൊക്കെ രൂപപ്പെടുന്നത് മണ്ണിൻ്റെ അടിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടാണ്. ഈ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയാവോ? അതും ഇതുപോലെ തന്നെ നമ്മുടെ മണ്ണിനടിയിൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഈ ക്രൂഡ് ഓയിൽ മാത്രമല്ല കേട്ടോ, പ്രകൃതിവാതകങ്ങളും കൽക്കരിയും ഒക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ എത്രയോ കൊല്ലങ്ങളായിട്ട്, അതായത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ മണ്ണിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുള്ള ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ബാച്ചാണ് നമ്മുടെ സൈലത്തിൻ്റെ സ്വന്തം പൃഥ്വി ബാച്ച്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്കിന് വേണ്ടത് റിവിഷൻ ക്ലാസ്സുകളാണ്. സോ റിവിഷൻ ക്ലാസ്സിന് മാത്രമായിട്ട് നമ്മളിതാ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു നിങ്ങളുടെ പൃഥ്വി 2.0 ബാച്ച്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് കോൺടാക്ട് നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു 2026 നിങ്ങൾക്ക് കംപ്ലീറ്റ് വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.